പോയി വീണ്ടും കേൾക്കണം. ഞങ്ങൾ ചൊവ്വാഴ്ച അപ്പ് ചെയ്യുമ്പോൾ ദൈവസംഘത്തോട് വീണ്ടും ഇത് കൊതിയോടെ കേട്ടിട്ട് വീണ്ടും നിങ്ങൾ ഷെയർ ചെയ്യണം. ചിലർ ഷെയർ ചെയ്യുക പോലും ഇല്ല, ചിലർ സബ്സ്ക്രൈബ് ചെയ്യുക പോലും ഇല്ല. അതാണ് വിഷയം. അതുകൊണ്ടാണ് ഇവിടെ ഈ നോൺ ക്രിസ്ത്യൻസിൻ്റെ സാക്ഷ്യം ഇടിവെട്ടായി വരണത്. ക്രിസ്ത്യൻസ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തോളാമെന്ന് പറയും, ഞാൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അവരെ പറ്റിച്ചുകൊണ്ട് പോകും. പക്ഷേ നോൺ ക്രിസ്ത്യൻസ് ബ്രദർ ഇതും ചെയ്തു തരുക, സിസ്റ്റർ ഇതും ചെയ്തു തരുക എന്ന് വെച്ചില്ല. ഇവിടെ വിഷയം ദൈവം ആടെ കൂടെ നിൽക്കും, മറ്റേ പന്നിയുടെ കൂടെ നിൽക്കത്തില്ല. അവൻ അളന്ന് വെച്ചിരിക്കുകയാണ്. അവൻ ദൈവത്തിൻ്റെ അനുഗ്രഹം 10 പതുങ്ങി വന്ന് അടിച്ചു മാറ്റാൻ വല്ല വകുപ്പുണ്ടാകുന്ന വിചാരിച്ചുകൊണ്ടാണ് വരണത്. നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്തേക്കുമ്പോൾ വെക്കുന്ന കാര്യം ഇവിടെ ഒറ്റ ലേബലേ ഉള്ളൂ, വിശ്വാസി. വെദർ യുവർ ക്രിസ്ത്യൻ ഓർ നോൺ ക്രിസ്ത്യൻ, അങ്ങനെ ഒരു പേര് ഇവിടെ ഇല്ല. അതൊക്കെ വില്ലേജ് ഓഫീസിലേ ഉള്ളൂ. ഇവിടെ ഒരു പേരേ ഉള്ളൂ, നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ. ദൈവത്തിൻ്റെ സ്നേഹിത, ദൈവത്തിൻ്റെ സ്നേഹിതൻ. ദൈവത്തിൻ്റെ സ്നേഹിതനാണ് നീയെങ്കിൽ, ദൈവത്തിൻ്റെ സ്നേഹിതയാണ് നീയെങ്കിൽ നീ ഉടമ്പടിയിലാണ്. എന്ന് വെച്ചാൽ നിനക്ക് ഉടമ്പടി നിലനിൽക്കുമെന്നുണ്ടെങ്കിൽ, അല്ലാതെ ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഇപ്പോൾ എടുത്ത് തൽക്കാലം സീസണിൻ്റെ ആയിട്ട് ഇത് അവസാനിപ്പിക്കുകയാണെങ്കിൽ, പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഉടമ്പടി എന്ന് പറയുന്നത് ഒരു കാര്യസാധ്യതത്തിന് വേണ്ടി ഒരിക്കൽ നമ്മൾ എടുക്കുന്ന എന്തോ ഒരു ഏർപ്പാടല്ല. അതുകൊണ്ടാണ് ഈശോ നിലനിൽപ്പിനെ കുറിച്ച് പറയണത്. 15:7 ഒന്നിന് വായിച്ചേ, യോഹന്നാൻ 15:7 ഒന്നിന് വായിച്ചേ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. യോഹന്നാൻ 15:7 നിങ്ങൾ എന്നിൽ വസിക്കുകയും, പറഞ്ഞ നിങ്ങൾ എന്നിൽ വസിക്കുകയും, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുമെങ്കിൽ. അതാണ് പ്രശ്നം. ഉടമ്പടി നിങ്ങൾ എന്നിൽ വസിക്കുകയും, എൻ്റെ ഉടമ്പടി നിങ്ങൾക്കറിയാമല്ലോ. ഉടമ്പടിക്ക് വചനത്തിൽ കുറേ വാക്കുകൾ പര്യായങ്ങളുണ്ട്. ഉടമ്പടിക്ക് പറയുന്ന വാക്ക് എന്താണ്? വാഗ്ദാനം എന്ന് പറയും, അല്ലേ? വാഗ്ദാനം എന്ന് പറയും. പിന്നെന്ത് പറയും? വാക്കെന്ന് പറയും, വചനമെന്ന് പറയും. എല്ലാം ഉടമ്പടിയാണ്. നിയമമെന്ന് പറയും. എല്ലാം ഉടമ്പടിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈശോ എന്താ പറയണത്? ഈ 15:7 എന്താ പറയണത്? നിങ്ങൾ എന്നിൽ വസിക്കുകയും, പറഞ്ഞേ, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിലെ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ. അല്ലാതെ 90 ദിവസത്തേക്ക് ഞാൻ ഉടമ്പടി ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വരട്ടാൻ വരരുത്. നിങ്ങൾ ഞങ്ങൾ പുതുക്കി വെച്ചാ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവരുദ്ദേശിക്കുന്നത് ഈ ടൈം ബൗണ്ടായിട്ട് ഇവരെന്തോ പരിപാടിയൊക്കെ കാണിച്ചപ്പോഴും ദൈവം അതനുസരിച്ച് ഇവരെ സഹായിക്കണമെന്നാണ്. അതല്ല, അങ്ങനെയുള്ള നിയമപരമായിട്ടുള്ള നിബന്ധനകൾക്ക് അപ്പുറത്താണ് ഉടമ്പടി. എന്താണ്? നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കുകയും. അത് ദൈവത്തിനോടുള്ള സ്നേഹമെന്ന് പറയുന്നത് ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു സംവിധാനമല്ല. അത് ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തികൾ ആ സ്നേഹത്തിൽ നിലനിൽക്കാം. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ. ഇപ്പം 15:16 വായിച്ച യോഹന്നാൻ്റെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോഹന്നാൻ 15:16 നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല. അതിനെ ഒന്ന് പറഞ്ഞ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. അപ്പം നിലനിൽപ്പാണ് വിഷയം. നമ്മൾ ചെയ്യുന്ന ഫലങ്ങളും നിലനിന്ന് പോകണം. ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റിന് ഉടമ്പടി സ്കോപ്പില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കളെ, നിങ്ങൾ ദൈവവുമായിട്ട് എടുത്തിരിക്കുന്ന ഉടമ്പടി ആത്മാർത്ഥമാണ് തെളിയിക്കാനുള്ള ബാധ്യത നിങ്ങളുടെ വിശ്വാസം നീതീകരിക്കപ്പെടുന്ന പ്രവൃത്തികൾക്കുള്ളതാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയെ സ്നേഹിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ നീ ബന്ധത്തിൽ നിലനിൽക്കുവാൻ എന്നെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. എന്നെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. വചനം പാലിച്ചുകൊണ്ട് ബന്ധം നീയുമായി സ്ഥാപിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം. നിങ്ങളുടെ വസ്തുതകൾക്ക് പ്രാധാന്യം വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ദൈവമാകുന്ന വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഷിഫ്റ്റിംഗ് നടക്കണം ഇതിൻ്റെ അകത്ത്. ദൈവത്തിന് പ്രാധാന്യം. ഇപ്പം പലരുടെ ഉടമ്പടി തണുത്തു പോയതിനും ഉടമ്പടി വരുമാനമില്ലാത്ത രീതിയിൽ പുഷ്പിക്കാത്ത മരം പോലെ ആകാൻ കാരണം നിങ്ങൾ
നിങ്ങളുടെ വിഷയത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുകയും ദൈവത്തെ അതിൽ നിന്ന് ആ പിക്ചറിൽ നിന്ന് മാറ്റുകയും ചെയ്തിട്ടാണ്. അപ്പോൾ ഇതൊന്ന് തിരിച്ചു കൊണ്ടുവരണം. കാര്യം എന്താണ്? നീ ഉടമ്പടി എടുത്ത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഉടനെ നീ പറയണം ദൈവത്തെ പ്രത്യേകമായി സ്നേഹിക്കാനെന്ന്. ഒറ്റ ഉത്തരവേ ഉള്ളൂ. എന്തിനാണ് നീ ഉടമ്പടി എടുത്തതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഉടനെ നീ പറയണം, ഒറ്റ ശ്വാസത്തിൽ പറയണം, രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ വിളിച്ചെന്നിപ്പിച്ചാൽ പറയണം, ഞാൻ ഉടമ്പടി എടുത്തത് ദൈവത്തെ എല്ലാവരെക്കാളും ഉപരിയായി സ്നേഹിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ ഇതിൻ്റെ IELTS പാസ്സാകാനാണ്, കാനഡയിൽ പോകാനാണ്, PR കിട്ടാനാണെന്ന് പറയരുത്. അടി മോന്തൊക്കെ പാഴ്സൽ കിട്ടും. എന്നുവെച്ചാൽ നീ വെറുതെ ചുമ്മാ വസ്തുവിന് പ്രാധാന്യം കൊണ്ട് ദൈവത്തിനെ കളിയാക്കാൻ വേണ്ടി വന്നിരിക്കണം എന്ന് തോന്നും. അതല്ല സംഭവം. ഇപ്പൊ ഒന്ന് പറഞ്ഞേ, ഞാൻ ഉടമ്പടി എടുത്തത് എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, എനിക്ക് വേണ്ടി തിരുവലാവിൽ മുറിവേറ്റവനെ, മുറിക്കിടം ചൂടിയവനെ, സ്വന്തം ജീവൻ എന്റെ വീണ്ടെടുപ്പ് വിലയായി നൽകിക്കൊണ്ട് എനിക്ക് വേണ്ടി തിരുവുദ്ധാനം ചെയ്തവനെ, നിത്യത അവകാശമാക്കിയവനെ, നിത്യത വരെ സ്നേഹിക്കാനാണ് ഞാൻ ഉടമ്പടിയിലായിരിക്കണത്. ശ്രദ്ധിക്കട്ടെ. ആരാധന, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 ആരാധന, ആരാധന, യേശുവേ ആരാധന, 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 സ്നേഹമേ ആരാധന. ഈ ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ശരിക്കും നമുക്ക് ഞെട്ടലുണ്ടാകും. അത്തരം എല്ലാ ദിവസവും ഇപ്പോൾ ഈ ദിവസങ്ങളൊക്കെ നടന്ന സാക്ഷ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്ഭുതമാണ് ശരിക്കും പറഞ്ഞാൽ. ഇത്രയും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഒരിക്കലും. അമ്മ ഇത്രയും സുന്ദരമായ രീതിയിൽ ഒരു കാലത്തും കേരളത്തിൽ എത്രയോ അനുഗ്രഹത്തിൻ്റെ വ്യത്യസ്തങ്ങളായ തരംഗകാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനേക്കാളെല്ലാം എബവാണ്. ഇപ്പോൾ ഇന്നലെ ഒരു സാക്ഷ്യം ഈനസ് മുക്കാട്ടുകാര തൃശ്ശൂർ അവിടെ ഇന്നലെ സാക്ഷി കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷി ഇട്ടിട്ടുണ്ട്, നോക്കിയാൽ മതി. പിന്നെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈനസിൻ്റെ വൈഫിന് ക്യാൻസർ വന്നു. അവർ തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ 3-ാം സ്റ്റേജായി. പിന്നെ അത് അഡ്വാൻസായി 4-ാം സ്റ്റേജായി. ക്യാൻസർ 4-ാം സ്റ്റേജായി കഴിഞ്ഞപ്പോൾ ഇനസിന് മനസ്സിലായി. ഡോക്ടർ പറഞ്ഞു കീമോ കൊടുത്തിട്ട് ആൾ കരിഞ്ഞ് വരണ്ട് ആന്തരിക അവയവങ്ങളൊക്കെ പൊള്ളി പോകണമെന്നല്ലാതെ ഇനി ഇങ്ങനെ പതുക്കെ പതുക്കെ കീമോ കൊടുത്തും വിശ്രമിച്ചുമൊക്കെ പോകാനേ പറ്റത്തുള്ളൂ. അങ്ങനെ അവർ അത് അക്സെപ്റ്റ് ചെയ്തവർ അങ്ങനൊരു അവസ്ഥയിലായിപ്പോയി. പക്ഷെ മഹാസങ്കടമാണ് ഉള്ളിൽ. അപ്പോൾ ഇനി വൈദ്യശാസ്ത്രത്തിൽ ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് പറയുമ്പോൾ ഇനസിനോട് ഒരാൾ പറയും, ഇനി ഒരു കാര്യം ചെയ്യാനുണ്ട്, ആലപ്പുഴ പോയി കൃപാസന മാതാവിനെ കണ്ടാൽ മതി എന്ന് പറയും. ഈ മനുഷ്യന്മാരിപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കണത്. ഞാനിത് കൈ നിന്നിട്ട് പറയണം, ആ സാക്ഷി നിങ്ങൾ കേൾക്കണം. ഇവരിവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്തിട്ട് ഇവർ ഉടമ്പടി തൈലമോ തേനോ ഉപ്പൊക്കെ എടുത്തിട്ട് ഇവർ പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി തൈലം കഴിക്കും. സാക്ഷ്യമൊന്ന് നിങ്ങൾ കേൾക്കണം. അതായത് എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പെട്ടെന്ന് പറയും, ഇത് വല്ലാത്തൊരു മാറ്റമാണല്ല, ഇനി നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ടിരുന്നതേ. ഇപ്പം ഇത്രയും, അതായത് രാത്രി പകലായി പോലെ മാറ്റമായിപ്പോയി ആന്തരിക അവയവങ്ങൾക്ക്. എന്നിട്ട് പറഞ്ഞു ഇത് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ഉടനെ അവർ ഓപ്പറേഷൻ നീക്കി. പിന്നീട് നടക്കുന്ന കാര്യം ഭയങ്കര രസമാണ്. ആൾ ഇപ്പം നല്ല ജീവനോടെ ഇപ്പം 2-3 ടെസ്റ്റ് എല്ലാം കഴിഞ്ഞപ്പോഴും ആ ശരീരത്തിൽ ക്യാൻസറിൻ്റെ ഒരു ചെറിയ തന്മാത്ര പോലും ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇത്രയും വലിയൊരു ദൈവമാണ്, ഇത്രയും വലിയൊരു പ്രാർത്ഥനാ പദ്ധതിയാണ് ഉടമ്പടി എന്ന് പറയുന്നത്. എല്ലാ പ്രത്യാശയും പോകുമ്പോഴും വിശ്വസിക്കുന്നവന് ഒരിടമുണ്ട് ഇവിടെ. അവിടെ നിന്നെ കാത്തിരിക്കാൻ യേശുവിൻ്റെ അമ്മയുണ്ട്, നിന്നെ സംരക്ഷിക്കാൻ വേണ്ടി. കൈയടിച്ച് കിടന്നു. ദൈവവേദന ഈ സാക്ഷ്യങ്ങളെല്ലാം ദൈവം നിൻ്റെ മുമ്പിൽ ഈ കാലത്ത് തരണം. എന്തിനാണ്? നീ
ഈ സങ്കടകാലത്ത് വിഷമിക്കാതെ കണ്ണുനീരിൽ നിൻ്റെ ജീവിതം അവസാനിക്കത്തില്ല എന്ന് ദൈവം നിന്നോട് പറയണേ എന്നിലൂടെ. അല്ലാതെ നിൻ്റെ ജീവിതം ഒരു സ്ഥലത്ത് എത്തിയിട്ടില്ല, അല്ലാതെ നിൻ്റെ ജീവിതം നീ വിചാരിക്കണ പോലെ തകർന്നിട്ടില്ല. നീ വിശ്വസിക്കുക. വിശ്വസിച്ചുകൊണ്ട് നമുക്കറിയാലോ, ഉടമ്പടി സത്യസന്ധത എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം നമ്മൾ അധരം കൊണ്ട് ഹൃദയത്തിൽ വിശ്വസിക്കണത് അധരം കൊണ്ട് ഏറ്റു പറയുമ്പോഴേ അത് നമ്മളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തിയമാക്കണത് ദൈവതിരുസന്നിധിയിൽ അല്ല, അത് ദൈവത്തിന് നീതിയുടെ ഭാഗമാണ്. അപ്പോൾ എന്തുമാത്രം നിൻ്റെ ഉടമ്പടിയെ നീ പ്രവർത്തികൾ കൊണ്ട് നീതീകരിക്കുന്നുവോ അത്ര കണ്ട് ദൈവം നിന്നെ വിശ്വാസത്തിലെടുക്കും. പല അണ്ണന്മാർക്ക് കുഴപ്പമുണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വന്ന് കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടിട്ട് പോകുമെന്നല്ലാതെ അത് പിന്നീട് അതുമായിട്ട് കണ്ടിന്യൂ ചെയ്യത്തില്ല. അത് ദൈവസംഘത്തിൻ്റെ പദ്ധതിയാണ് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ കൂടെ നിൽക്കത്തില്ല. അവരിപ്പോഴും അവിടെ ഫ്രണ്ട്സിൻ്റെ കൂടെയും നാട്ടുകാരുടെ കൂടെയും വീട്ടുകാരുടെ കൂടെയും ക്ലബിൻ്റെ കൂടെയും പാർട്ടിയുടെ കൂടെയൊക്കെ നടക്കുകയാണ്. പക്ഷേ നിങ്ങൾ ദൈവത്തിൻ്റെ കൂടെ മാത്രം നടക്കാൻ പറ്റിയ ഒരു കാലഘട്ടത്തിലേക്ക് ദൈവം നിങ്ങളെ തിരിച്ചു കൊണ്ടുവന്നിരിക്കണം. ദൈവപൈതലെ യു മസ്റ്റ് നോ ബൈ നോ മീൻസ്. നീ അതറിയാതെ മാർഗമില്ല. കാര്യം ഇത് ദൈവത്തിൻ്റെ കാലമാണ്. അല്ല ഇനി നിൻ്റെ എല്ലാം മടക്കി വെച്ചിട്ട് നിൻ്റെ ബന്ധം സ്വന്തം കാര്യങ്ങളെല്ലാം കുറച്ച് നേരം അതിനെല്ലാം ഒരു സൊല്ല് കൊടുത്തിട്ട് നീ ദൈവത്തിലേക്ക് മടങ്ങി വരണം. അല്ല കൂട്ടുകാർ പറഞ്ഞ, വീട്ടുകാർ പറഞ്ഞ, നാട്ടുകാർ പറഞ്ഞെന്നൊക്കെ കേട്ടിട്ട് ഓരോ മനുഷ്യമേ തുള്ളിയൊരു കാലമുണ്ടായി തുള്ളി നിമിടം വരെ വിറവാദം പിടിച്ച് കിടക്കുകയാണ്. ഇനി തിരിച്ച് നീ വരണം. നിനക്ക് ദൈവം മാത്രമേ ഉള്ളൂ, ആർക്കും നിന്ന് രക്ഷിക്കാൻ പറ്റത്തില്ല. ദൈവത്തെ മാത്രം രക്ഷിക്കാൻ പറ്റത്തുള്ളൂ എങ്കിൽ അത് ഉടമ്പടിയിലൂടെയാണ് നടക്കണമെന്നുണ്ടെങ്കിൽ ഉടമ്പടി അർഹിക്കുന്ന അവകാശപ്പെടുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ അത് പ്രവർത്തകരുടെ പ്രകടമായിക്കൊണ്ട് സുവിശേഷ സാക്ഷിയായിക്കൊണ്ട് ദൈവ പൈതൃക ഉയരാൻ വേണ്ടി നീ പ്രാർത്ഥിക്കട്ടെ. ശ്രുതിക്കട്ടെ. പ്രകടമായ പ്രവർത്തനങ്ങള്, നീതീകരണങ്ങള് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകിച്ചുയർത്തണമേ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉടമ്പടിയിൽ എപ്പോഴും ഐ വിൽ ഡു എന്ന് പറഞ്ഞ ഒത്തിരിയേറെ വാഗ്ദാനങ്ങളുണ്ടാകും. ഉടമ്പടി എല്ലാം അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന വാഗ്ദാനം. നിങ്ങളുടെ ഈ പല കാര്യങ്ങളും നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നിവൃത്തിയാക്കണത്? അതിനെക്കുറിച്ച് കറസ്പോണ്ടിങ് പ്രോമിസസ് ഉള്ളത് കൊണ്ടാണ്. ഉടമ്പടിയും എന്ന് പറയുന്ന വാഗ്ദാനം തന്നെയാണ് ദൈവത്തിൻ്റെ. 8856 വാഗ്ദാനങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. അതിനകത്ത് ഇനി വരാൻ പോണ കാലത്തുള്ള ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ വരെ ഉൾപ്പെട്ടുകൊണ്ടാണ് ആ വാഗ്ദാനം മുന്നോട്ട് പോണത്. അതറിയണമെങ്കിൽ സങ്കീർത്തനം 105:8 വായിച്ച് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സങ്കീർത്തനം 105:8-9. അവിടുന്ന് തന്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും. ഒന്ന് പറഞ്ഞേ, അവിടുന്ന് തന്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കുന്നു. തന്റെ വാഗ്ദാനം തലമുറകൾ വരെ ഓർമ്മിക്കും. അപ്പൊ ഈ ഉടമ്പടി എന്ന് പറഞ്ഞത് തന്നെ വാഗ്ദാനമാണ്. അതിന്റെ അടുത്ത അടിയിലുള്ള 9 വായിച്ചേ. അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടി. അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടി ഇസഹാക്കിന് ശപഥപൂർവം നൽകിയ വാഗ്ദാനം തന്നെ. സംഭവം അപ്പോഴ് ഉടമ്പടി എന്ന് പറഞ്ഞ വാഗ്ദാനം തന്നെയാണ്. ദൈവം ഒരു വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിൽ അത് ഉടമ്പടിയുടെ ഭാഗമാണത്. അപ്പോൾ ദൈവം തന്ന വാഗ്ദാനം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. എന്തെല്ലാം പറഞ്ഞിരിക്കുന്നത്? അത് ഐസയ 42 വായിച്ചവന് 42:16. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശയ്യ 42:16. യേശയ്യ 42:16. അജ്ഞാതമായ മാർഗത്തിൽ. ഒന്ന് പറഞ്ഞേ, അജ്ഞാതമായ മാർഗത്തിൽ. അപ്പം നിനക്ക് മാർഗം കാണണമെന്നൊരു നിർബന്ധമില്ല. നിനക്ക് എങ്ങനെ രക്ഷപ്പെടും, എങ്ങനെ ജീവിക്കും, എങ്ങനെ ഈ വിഷയം തരണം ചെയ്യും, ആരും നമ്മളെ സഹായിക്കും, അങ്ങനെ ചോദിക്കേണ്ട. മനുഷ്യന്മാരിൽ ആശ്രയിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. രക്ഷാൻ കഴിയാത്ത മനുഷ്യ അഭയം തേടരുത്. ടേക്ക് ദ ബ്ലഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. യേശുവേ മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. 118 സങ്കീർത്തനം 8 തിരുവചനം. സങ്കീർത്തനം 118:8. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്.
പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. പ്രഭുക്കന്മാരുണ്ടാവും, പാർട്ടിക്കാരുണ്ടാവും, പള്ളിക്കാരുണ്ടാവും, നാട്ടുകാരുണ്ടാവും, ബന്ധുക്കളുണ്ടാവും, സ്വന്തപ്പെട്ടവരുണ്ടാവും, അളിയന്മാരുണ്ടാവും. ഈ അണ്ണന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ എന്താ എഴുതിയിരിക്കണത്? പ്രഭുക്കന്മാർ ആശ്രയിക്കുന്നതിനേക്കാൾ. വായിച്ചോളൂ. കർത്താവിൽ ആശ്രയിക്കുന്നതാണ് നല്ലത്. അപ്പോൾ പ്രഭുക്കന്മാർ എന്ന് പറഞ്ഞ് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ ആശ്രയിക്കുന്നതാണ് നല്ലത്. അപ്പം നിങ്ങൾ ഈ മനുഷ്യന്മാരിലുള്ള ആശ്രയം കുറച്ച് കുറച്ച് കൊണ്ടുവരണം. എന്നിട്ട് എന്ത് ചെയ്യണം? ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടിരിക്കണം. പ്രേക്ഷിത വേലയായാലും ശരി, അതുപോലെ തന്നെ ഉപവി പ്രവർത്തനങ്ങളായാലും ശരി, ആതുര സേവനങ്ങളായാലും ശരി, ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ ഒരു ആവിഷ്കാരങ്ങളാണതെല്ലാം. അതപ്പോൾ ദൈവത്തിൽ നിങ്ങളുടെ ഉടമ്പടി സത്യസന്ധമാണെന്ന് തോന്നും. അങ്ങനെ വന്നാൽ നിങ്ങൾ ചിന്തിക്കാത്തതുകൊണ്ട് വാഗ്ദാനമാണെന്ന് നമ്മൾ കണ്ടില്ലേ. അതായത് സങ്കീർത്തനം 105:8-9 എന്താ പറയണത്? ഉടമ്പടി തന്നെയാണ് വാഗ്ദാനം. വാഗ്ദാനം എന്ന് പറയുന്നത് എന്താണ്? ഐ വിൽ ലീഡ് ദ ബ്ലൈൻഡ് ബൈ എ റോഡ് ദേ ഡു നോട്ട് നോ. അന്ധന്മാരെ വാഗ്ദാനത്തിലുള്ളതാണ്. അന്ധന്മാരെ ഞാൻ എന്ത് ചെയ്യും? അതായത് ഐ വിൽ ലീഡ് ദ ബ്ലൈൻഡ് ബൈ എ റോഡ് ദേ ഡു നോട്ട് നോ. അവർക്ക് അജ്ഞാതമായ വഴികളിലൂടെ ഞാൻ അന്ധന്മാരെ നയിക്കും. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങളൊന്ന് കണ്ണടച്ചിരുന്നാൽ നോക്കിയാൽ മനസ്സാവും. നിങ്ങൾക്ക് കണ്ണടച്ച് നടക്കാൻ പറ്റും നമുക്ക്. അപ്പം അന്ധന്മാരാണെന്ന് വിചാരിച്ചോ? എന്നിട്ട് നമ്മളൊക്കെ എങ്ങനെ ജീവിക്കും? ഏത് ജോലി ചെയ്യും? എപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റും? കുഞ്ഞുങ്ങളുണ്ടാകുമോ? ജോലി കിട്ടുമോ? നമ്മുടെ കടകൾ എങ്ങനെ പരിഹരിക്കും? ഈ രോഗം എങ്ങനെ സുഖപ്പെടും എന്ന് നമുക്കറിയാൻ പാടില്ലാതിരിക്കുന്ന സമയമാണ് അന്ധത എന്ന് പറയുന്നത്. അതാണ് അന്ധത എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നിനക്ക് നിൻ്റെ ജീവിതത്തെക്കുറിച്ചും ജീവിതത്തിൽ എങ്ങനെ രക്ഷപ്പെടുന്നതിനെക്കുറിച്ച് യു ഹാവ് നോ ഐഡിയ. ദെൻ യു ആർ എ ബ്ലൈൻഡ് പേഴ്സൺ. ബ്ലൈൻഡ് പേഴ്സണിനുള്ള പ്രോമിസ് എന്താണ്? ഐ വിൽ ലീഡ് ദ ബ്ലൈൻഡ്. എവിടെയാണത്? നിനക്കജ്ഞാതമായ വഴികളിലൂടെ, നീ ഇന്നുവരെ ചിന്തിക്കാത്തത്, ആലോചിക്കാത്തത്, നിൻ്റെ ബുദ്ധി കൊണ്ട് കണ്ടുപിടിക്കാത്ത വഴികളിലൂടെ കർത്താവ് നിന്നെ കൈപിടിച്ച് നടത്തും. കൈയിടിച്ച് കർത്താവ് വരുമ്പോൾ നിനക്ക് വേണ്ടത് നീ ഫ്രഷ് ആകാൻ പറയും. ഈശോ നീ ഒരു ഫ്രഷ് ഹാൻഡ് ആകാൻ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാലങ്ങളിൽ പല ജീവിതാവസ്ഥകളും കുറേ പ്രാർത്ഥനകളൊക്കെ നീ ചെയ്തിട്ടുണ്ട്. നീ കുറേ ഉപവാസമൊക്കെ ചെയ്തിട്ടുണ്ടാകും പണ്ട് ഓരോരോ കാര്യത്തിന് വേണ്ടി. നീ കുറേ കുരിശിൻ്റെ വഴിയൊക്കെ നടത്തി കാണും. നീ കുറേ നൊവേനൊക്കെ കൂടിക്കാണും. നീ പല കാര്യങ്ങൾ ചെയ്ത് കാണും. അപ്പോഴേ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തപ്പോൾ അതിലെന്തോ ആണ് ഉടമ്പടി. ഒരു ഇനിതി ചെയ്തതുകൊണ്ട് എന്താ ഗതി? അത് പഴയതുപോലെ തന്നെ വരുമോ? അങ്ങനെയൊക്കെ ചിന്തിച്ച് മനസ്സിടിയുന്നവരോട് കർത്താവ് പറഞ്ഞ എന്താ പറഞ്ഞിരിക്കണത്? 43:18 വായിച്ച് ശ്രുതികട്ടെ. ഐസയ 43:18 ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശയ്യ 43:18 കഴിഞ്ഞ കാര്യങ്ങൾ ഏറ്റുപറഞ്ഞ കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. ഈ 43:19 വചനമുണ്ട്. അതായത് അതെന്താ പറയണത് വെച്ചാൽ, ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? അതായത് ആന്തരികമായി അഭിഷേകം ലഭിച്ചവർക്ക് ഉണ്ടാകുന്ന ഒരു ഇൻഡ്യൂറ്റീവ് നോളജ് ഉണ്ടാകും. അതായത് ഇപ്പോൾ എല്ലാവരും പറയും, ഇപ്പം ചിലരൊക്കെ എന്താ പറയണത്, അവർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം എന്താ, അവർ 9 കൊല്ലമായ മക്കളില്ല എന്നുണ്ടെങ്കിലും അവർ ഉടമ്പടി എടുത്തപ്പോൾ അവർ ഒരു 2-3 ആഴ്ച കഴിഞ്ഞാൽ പറഞ്ഞ് ഈ പ്രാവശ്യം എനിക്ക് കർത്താവ് കുഞ്ഞിനെ തരും, ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന്. പക്ഷെ ആരും ഭർത്താവിനോട് പോലും പറഞ്ഞില്ല. എന്തിനാണ് ഭർത്താവിനോട് പറയാതിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് സ്ഥിരീകരിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഭർത്താവിനോട് പറയും. ഭർത്താവ് എന്താ സാക്ഷ്യം പറഞ്ഞിരിക്കണത്? കുഞ്ഞിനെയും കൊണ്ടൊന്ന് സാക്ഷ്യം പറയണേ. അതായത് ഞാൻ അറിഞ്ഞില്ല, ഇവള് സന്ധ്യപ്രാർത്ഥനയ്ക്ക് എന്നെ മാതാവാക്കിയതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയണമെന്ന് കേട്ടപ്പോഴാണ്
ഞാൻ തിരിഞ്ഞു നോക്കിയ മാതാവായ സ്വന്തം ഭർത്താവ് പോലും അറിയുന്നില്ല. അവളെ ഈ വിശ്വാസം ജീവിക്കുകയാണ്. അവൾ 9 കൊല്ലം അവർക്ക് മക്കളില്ല. അപ്പോൾ 9 കൊല്ലം മക്കളില്ല എന്നുണ്ടെങ്കിൽ അവളിപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ പരിശുദ്ധാത്മാവ് കണ്ടില്ലേ, അത് മുളയെടുക്കണത് നീ അറിയുന്നില്ലേ? കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ആരാധന.